ഞങ്ങൾ വെറുതെ വർത്താനം പറയുന്ന കൂട്ടരല്ല, പറയുന്ന കാര്യം ചെയ്യുന്ന കൂട്ടരാണെന്ന് ഞങ്ങളെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ തെളിയിച്ചു കൊടുക്കും. ഒരു സംശയങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്ന് ഇവിടുത്തെ നിലവാരക്കുറവുകൊണ്ട് നാട് വിടുകയാണ്. ആ കുട്ടികളെ മുഴുവൻ നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും എന്ന് ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. വലിയ മഹാത്ഭുതങ്ങളൊന്നും കാണിച്ചില്ല എങ്കിലും ഉറപ്പായിട്ടൊരു കാര്യം പറയാം, ജനകീയമായ ആ ഉമ്മൻചാണ്ടി കൾച്ചറെങ്കിലും ഞങ്ങൾ ഈ സംസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇനി സംസ്ഥാന ഭരണം കൂടി UDF കിട്ടിയാൽ. സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? തീർച്ചയായിട്ടും അല്ല. എവിടെയൊക്കെയാണ്, എന്തൊക്കെ കുഴപ്പങ്ങളാണ് നിലവിലെ സർക്കാരിനുള്ളത്? അല്ല, പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഗൌരവതരമായ പാളിച്ചകൾ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓണപരീക്ഷ എത്താറായിട്ടും പാഠപുസ്തകം കിട്ടിയിട്ടില്ല. ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകങ്ങൾ എത്താത്ത അവസ്ഥ ചർച്ച ചെയ്യണം. ഓണപരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, പുസ്തകം സ്കൂളിൽ വന്നിട്ടില്ല. സർക്കാരിനെ വിമർശിച്ച് TN പ്രതാപൻ MLA, സത്യം പറയുന്നവരെയും തിരുത്തൽ ആവശ്യപ്പെടുന്നവരെയും കല്ലെറിയരുത്. UDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കെ ആന്റണി. 2 വർഷമായി കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ ധൈര്യമില്ല. ആ 7 ലക്ഷം വെച്ച് നോക്കിയാൽ 735 കോടി രൂപയുടെ തിരിമറിയാണ് ഉമ്മൻചാണ്ടി നടന്നിരിക്കുന്നത്. കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് VM സുധീരൻ. വൻകൊള്ളകൾക്ക് കൂട്ടുനിൽക്കാൻ ആവില്ലെന്നും സർക്കാർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും സുധീരൻ പറഞ്ഞു. 100% കുട്ടികൾക്കും കിട്ടി. പക്ഷേ കിട്ടേണ്ട പുസ്തകങ്ങളിൽ 80%. ഇന്ന് പല രാജ്യങ്ങളിലും പുസ്തകങ്ങളില്ല. അതിലേക്ക് നമ്മുടെ സംസ്ഥാനവും പോകണം. അധികം താമസിയാതെ നമുക്കതിലേക്ക് പോകേണ്ടി വരും. നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ തിരുവനന്തപുരത്തെ പുതിയ മെഡിക്കൽ കോളേജ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സന്ദർശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നിർവഹിച്ചതിൽ ഡോക്ടർമാരും നാട്ടുകാരും പ്രതിഷേധിച്ചിരുന്നു. ഈ തരം ശുംഭത്തരത്തെയാണ് നാം എല്ലാം ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അവസാന നിയമസഭാ സമ്മേളനത്തിൽ 2016 ഫെബ്രുവരി 24 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 3204 മുഖ്യമന്ത്രിയോട് കോടിയേരി ബാലകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ എത്ര പേർക്ക് പാർപ്പിടം നൽകി എന്നതായിരുന്നു ആ ചോദ്യം. സാഫല്യം, ഗൃഹശ്രീ, സുരക്ഷാ ഭവനം, MN ലക്ഷം വീട് തുടങ്ങിയ പദ്ധതികളിലായി നൽകിയ വീടുകളുടെ എണ്ണം മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കൂട്ടിനോക്കുമ്പോൾ 4 ലക്ഷം പോയിട്ട് 4000 പോലുമില്ല. ഈ പ്രതിപക്ഷ നേതാവ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 2 പിണറായി സർക്കാരുകൾ ആകെ നിർമ്മിച്ചു നൽകിയത് വെറും 4,60,000 വീടുകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. 10 കൊല്ലം കൊണ്ട് ഇവരെ ആകെ പണിതത് 4,60,000 വീടാണ്. അതിവേഗ റോഡോ കേരളത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് എത്രമാത്രം സാധ്യമാകും, സ്ഥലം എടുപ്പ് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. ഇനി ദേശീയപാത വികസനത്തിലില്ലെന്ന് കാണിച്ച് അതോറിറ്റി സർക്കാരിന് കത്ത് നൽകി. UDF സർക്കാരിന്റെ കാലത്ത് ചെയ്യാത്തതുകൊണ്ടാണ്, ആ ഭാഗത്ത് ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ കേരളത്തില് നാഷണൽ ഹൈവേ വികസനം തീരെ നടക്കാതെ പോയി. 5600 കോടിയോളം രൂപ നമ്മള് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മൊത്തം സംഖ്യയുടെ 25% കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. ജനുവരിയിൽ നാഷണൽ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പുതുക്കിയ ഭക്ഷണ മെനു നിലവിൽ വന്നതോടെ വലിയ ആവേശത്തിലാണ് വിദ്യാർത്ഥികളെന്ന് കണ്ടല്ലോ. ചിക്കൻ കറിയും സാലഡും ഫ്രൂട്ട്സും അടങ്ങിയ ഭക്ഷണം വിളമ്പിയതോടെ സ്കൂളിലെ കുഞ്ഞു മുഖങ്ങളിൽ വിരിഞ്ഞ സന്തോഷമൊന്ന് കാണേണ്ട കാഴ്ചയാണെന്ന് പറയുന്നു. എന്തായാലും ഇതുപോലെയാണ്, വലിയ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ തന്നെ ഉള്ളത്. പുതുക്കിയ ഭക്ഷണ മെനു ഇന്നു മുതൽ വിദ്യാലയങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ ദിവസവും കൃത്യമായ ലെമൺ റൈസും അതുപോലെ തന്നെ തേങ്ങാച്ചോറും അങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് മലപ്പുറത്തെ സ്കൂളുകളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണ് ഇവിടുത്തെ മെനുവിലുള്ള ഒരു ഭക്ഷണങ്ങൾ? നമ്മൾ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ പുതിയ ഒരു മെനു കാർഡിലേക്ക് മാറുകയാണ്.
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടന്ന അനധികൃത നിയമനത്തിന്റെ കണക്കെടുത്താൽ പട്ടിക 13,000 കടക്കും. ബന്ധുത്വവും കോഴപ്പണവുമായിരുന്നു അക്കാലത്ത് നിയമനത്തിനുള്ള ഏക മാനദണ്ഡം. അങ്ങനെ ഉന്നത പദവി ലഭിച്ചവരിൽ ചെന്നിത്തലയുടെ അനുജനും ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുക്കളും ഉൾപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ അമ്മായിയുടെ മകനെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ചെയർമാനാക്കി. ചെന്നിത്തലയുടെ അനുജന് കേരള ഫീഡ്സ് MD സ്ഥാനവും നൽകി. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന കാർത്തികന്റെ ഭാര്യയെ സർവ്വവിജ്ഞാനകോശം ഡയറക്ടറാക്കി. മന്ത്രി അനൂപ് ജേക്കബിന്റെ ഭാര്യയെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായും സഹോദരിയെ IT ഇൻഫ്രാസ്ട്രക്ചറിൽ ഉന്നത പദവിയിലും നിയമിച്ചു. അവസാന കാലത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ പോലും നൂറുകണക്കിന് സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്തി. മന്ത്രി VS ശിവകുമാറിന്റെ അനുജനെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു. മന്ത്രി KC ജോസഫിന്റെ PAയുടെ അനന്തരവന് നോർക്കയിൽ ഉന്നത നിയമനം നൽകി. മന്ത്രി K ബാബുവിന്റെ PROയ്ക്ക് സർക്കാർ സെക്രട്ടറിക്ക് സമാനമായ തസ്തികയിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ കരിയർ ഗൈഡൻസിൽ ഡയറക്ടറായി നിയമനം നൽകി. വകുപ്പ് മേധാവികളുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഈ ഉന്നത നിയമനം. MM ഹസന്റെയും തമ്പാനു രവിയുടെയും അടുത്ത ബന്ധുക്കളെ സീഡിറ്റിൽ തിരികെ കയറ്റി. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബാർ പൂട്ടിയതുമായി ബന്ധപ്പെട്ട കേസിൽ കപിൽ സിബലിനെ കൊണ്ടുവന്ന വകയിൽ UDF സർക്കാർ ചെലവാക്കിയത് 2,68 ലക്ഷം രൂപയാണ്. കപിൽ സിബലിന്റെ 2 സിറ്റിംഗിന് മാത്രം 35 ലക്ഷം രൂപ വീതം നൽകിയെന്ന് വ്യക്തമാക്കുന്ന രേഖകളുടെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ബാർ പൂട്ടിയതിനെ തുടർന്നുണ്ടായ കേസ് വാദിക്കാൻ കപിൽ സിബലിനെ കേരളത്തിലെത്തിച്ച വകയിൽ UDF സർക്കാർ നൽകിയത് 2,68 ലക്ഷം രൂപ. 2015 കപിൽ സിബൽ ബാർ കേസ് വാദിക്കാൻ ഹൈക്കോടതിയിൽ എത്തിയത്. നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ മെഷീൻ കേടായിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും അധികൃതർ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് പരാതി. ദിവസം 2000 പേർ എത്തുന്ന ആശുപത്രിക്കാണ് ഈ ഗതികേട്. 30 വർഷം പഴക്കം, ജീവനക്കാരെ നിരവധി തവണ ഷോക്കടിപ്പിച്ച എക്സ്റേ മെഷീനെ ഒടുവിൽ ആശുപത്രി അധികൃതർ ഇടപെട്ട് മാറ്റി. പഴയത് മാറ്റി പുതിയത് സ്ഥാപിക്കാനൊന്നും അധികൃതർ തയ്യാറായില്ല. പുതിയവ സ്ഥാപിച്ചാൽ സ്വകാര്യ ലാബുകളിൽ നിന്നുള്ള കമ്മീഷൻ കിട്ടില്ല എന്ന് ഡോക്ടർമാർക്ക് നന്നായി അറിയാം. പലപ്പോഴും മെഷീൻ കേടാകുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നന്നാക്കിയിരുന്നു. പക്ഷേ നന്നാക്കൽ മാത്രമേ നടന്നുള്ളൂ. മെഷീൻ പഴയപടി തന്നെ. മൂട്ടശല്യം കാരണം ഇടുക്കിയിലും ഒരു ആയുർവേദ ആശുപത്രിയിലെ ഇൻപേഷ്യന്റ് വിഭാഗം ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. നെടുങ്കണ്ടത്തിന് അടുത്തുള്ള കല്ലാർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ കിടത്തി ചികിത്സയാണ് മൂട്ടകളെ പേടിച്ച് നിർത്തിയത്. നെടുങ്കണ്ടത്തിനടുത്ത് തേർഡ് ക്യാമ്പിലാണ് ഈ സർക്കാർ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. 250ഓളം രോഗികൾ ദിവസേന ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ എത്തുന്നുണ്ട്. 30 രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന 2 വാർഡുകളാണ് ഇവിടെയുള്ളത്. അസഹ്യമായ മൂട്ടശല്യം കാരണം 17-ാം തീയതിയോടെയാണ് 2 വാർഡുകളും അടച്ചുപൂട്ടിയത്.